പൈൽസിന് സർജറി ഒരു നല്ല സൊല്യൂഷൻ ആണോ? എന്താണ് ക്ഷാരകർമ്മ? ഇഷ്ടഭക്ഷണം കഴിച്ചുകൊണ്ട് പൈൽസിനെ പൂർണ്ണമായും മാറ്റാൻ സാധിക്കുമോ? പഴകിയ പൈൽസ് വീണ്ടും അകത്തേക്ക് പോകുമോ? എന്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ആയുർ ഷുവറിന്റെ കൺസൾട്ടിംഗ് ഫിസിഷ്യനായ പ്രതിഭ ശ്രീകുമാർ ആണ്. ഡോക്ടർ നമസ്കാരം. മാഡം, പലതരത്തിലുള്ള പൈൽസ് ഉണ്ടോ അതോ എല്ലാം ഒന്നാണോ? പൈൽസ് അതിന്റെ സിറ്റുവേഷൻ, അത് എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും പറയാൻ പറ്റും. അതായത് ഏനൽ റീജിയനിൽ ഒരു ബയോളജിക്കൽ ബൗണ്ടറി ഉണ്ട്, ഡെന്റേറ്റ് ലൈൻ എന്ന് പറയും. ആ ലൈനിന് മുകളിലേക്ക് വരുന്നത് ഇന്റേണൽ പൈൽസും ആ ലൈനിന് താഴേക്ക് വരുന്നത് എക്സ്റ്റേണൽ പൈൽസും ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ ഇന്റേണൽ പൈൽസ് എന്ന് പറയുമ്പോൾ അതിന് ബ്ലീഡിംഗ് കൂടുതലും വേദന കുറവുമായിരിക്കും, പക്ഷെ എക്സ്റ്റേണൽ പൈൽസിലേക്ക് വരുമ്പോൾ അവിടെ ബ്ലീഡിംഗ് കുറവായിരിക്കും, പക്ഷെ വേദന സഹിക്കാൻ അസഹനീയമായ വേദനയായിരിക്കും. പിന്നെ ഇതിന്റെ സ്റ്റേജസിന്റെ സിവിയറിറ്റി അനുസരിച്ച് നമുക്ക് അതിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4. ഈ സ്റ്റേജ് 1 എന്ന് പറയുമ്പോൾ അവിടെ കുരുക്കൾ ഫോം ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് 2ലേക്ക് വരുമ്പോൾ ആ കുരുക്കൾ നമ്മൾ മോഷൻ പാസ് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് വരുന്നു, പക്ഷെ അത് താനെ അത് അകത്തേക്കും കയറി പോകുന്നുണ്ട്. സ്റ്റേജ് 3ലേക്ക് വരുമ്പോൾ അത് പുറത്തേക്ക് വരുന്നുണ്ട്, പക്ഷെ നമ്മൾ പുറമേ പുഷ് ചെയ്താൽ മാത്രമേ അത് അകത്തേക്ക് കയറി പോകുകയുള്ളൂ. യെസ്. സ്റ്റേജ് 4ലേക്ക് എത്തുമ്പോൾ അതാണ് സിവിയർ കണ്ടീഷൻ. അത് കുരുക്കൾ എപ്പോഴും പുറത്തേക്ക് തന്നെ നിൽക്കുകയാണ്, അകത്തേക്ക് പോകാത്തൊരവസ്ഥ. അതാണ് സ്റ്റേജ് 4. ഇങ്ങനെയാണ് പൈൽസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. മാഡം, ഈ ഒരു പൈൽസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സർജറി ഇതിന് നല്ലൊരു സൊല്യൂഷൻ ആണോ എന്നതാണ്. അത് സത്യമാണോ? സ്റ്റേജ് 3ലും സ്റ്റേജ് 4ലും വരുന്നത്, അതായത് കുരുക്കൾ പുറത്തേക്ക് വന്നിട്ട് നമ്മൾ പുഷ് ചെയ്ത് വിടുന്ന സ്റ്റേജും കുരുക്കൾ പുറത്ത് തന്നെ നിൽക്കുന്ന സ്റ്റേജ്, അത് സ്റ്റേജ് 4. ഈ 2 സ്റ്റേജിലും വരുമ്പോൾ പൊതുവെ അലോപ്പത്തിക് ഡോക്ടേഴ്സ് സർജറിയാണ് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ സർജറി കൊണ്ടുള്ള ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് അതിന്റെ വില, അതായത് പ്രൈസിങ് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതല്ല, പക്ഷെ അതിന്റെ പ്രീ ഓപ്പറേറ്റീവ് പ്രൊസീജിയറോ പോസ്റ്റ് ഓപ്പറേറ്റീവ് പ്രൊസീജിയറോ അതുകൊണ്ടുള്ള വേദനയോ അല്ലെങ്കിൽ ഡയറ്റ് റെസ്ട്രിക്ഷൻസ് ഇതൊന്നും തന്നെയല്ല. അതിന്റെ മെയിൻ ഒരു ചാലഞ്ച് എന്താന്ന് വെച്ചാൽ ഇത്രയും വേദന സഹിച്ചു ഇത്രയും പൈസ മുടക്കി ഇതൊക്കെ ചെയ്തിട്ടും അത് വീണ്ടും വരാനുള്ള ചാൻസസ് വളരെ അധികം. പറയുന്നത് സർജറി ചെയ്താൽ പോലും ഈ ഒരു പൈൽസ് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. യെസ്. കാരണം എന്താ വെച്ചാൽ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്ന കുരു നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. പക്ഷെ കുരു എന്തുകൊണ്ടുണ്ടായി ആ ഒരു കാര്യത്തിന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ല. കുരു ഉണ്ടാവുന്നത് നമ്മുടെ ഗട്ട് ഹെൽത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. അവിടെ നമ്മൾ അതിനൊന്നും ചെയ്യാതെ പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്ന കുരു കട്ട് ചെയ്ത് കളഞ്ഞ് അത് വരാൻ ചാൻസ് കൂടുതലാണ്. മെയിൻ റൂട്ട് കോസ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ മാഡം പറയുന്നത് സർജറി ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ല. മാഡം, ഈ സർജറി പോലെ തന്നെ ഇപ്പോ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ഇതിന് സൊല്യൂഷൻ ആയിട്ട് ലേസർ ട്രീറ്റ്മെന്റും ചൂസ് ചെയ്യുന്നുണ്ട്. ലേസർ ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ഇത് എങ്ങനെയാണ് മാഡം? ലേസർ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. പക്ഷെ അവിടെയും ഇത് തന്നെയാണ്, കുരുക്കളെ ഷ്രിങ്ക് ചെയ്ത് കളയുക, അല്ലാണ്ട് അതിനൊരു പെർമനന്റ് സൊല്യൂഷൻ അല്ല. നമ്മുടെ ഗട്ട് ഹെൽത്ത്, ആ കുരുക്കൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല. ലേസർ ട്രീറ്റ്മെന്റിലും ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ഒരു ടെമ്പററി റിലീഫ് നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും കിട്ടും, പക്ഷെ ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ലെ പെർമനന്റ് ക്യൂർ ആയിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. മാഡം, ഇപ്പൊ നമ്മൾ ഓപ്പറേഷനെ പറ്റി സംസാരിച്ചു, ലേസർ ട്രീറ്റ്മെന്റിനെ പറ്റി സംസാരിച്ചു. ഇത് കൂടാതെ ആയുർവേദത്തിൽ ക്ഷാരകർമ്മ, അങ്ങനെ എനിക്കതിന്റെ കറക്റ്റ് വേർഡ് അറിയില്ല, അത് എന്താണ് മാഡം? ക്ഷാരകർമ്മ ചെയ്യുന്നത് സർജറിയും ലേസറും വെച്ച് നോക്കുമ്പോൾ വൺ ഓഫ് ദ ബെറ്റർ ചോയ്സ് ആണ് ക്ഷാരകർമ്മ ചെയ്യുന്നത്. പക്ഷെ ക്ഷാരകർമ്മയിൽ വരുന്ന ചലഞ്ചസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്, 2 അതിന്റെ റിക്കവറി പീരീഡ് ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പം അത് മാത്രമല്ല, നമ്മുടെ പൈൽസിന്റെ സ്റ്റേജസ് അനുസരിച്ച് ഒരു സിറ്റിംഗിലൊന്നും ക്ഷാരകർമ്മ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവില്ല, മൾട്ടിപ്പിൾ സിറ്റിംഗ്സ് വേണ്ടി വരും. അപ്പൊ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ നമ്മൾ എല്ലാവരും ധൃതി പിടിച്ചു, അപ്പം നമ്മൾ ആ ഇത്രയും വേദന സഹിച്ച് പലതവണ സിറ്റിംഗ്സിൽ വന്ന് അതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. അതിന്റെ പ്രാക്ടിക്കാലിറ്റി നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, സർജറിയും ലേസറും വെച്ച് നോക്കുമ്പോൾ ക്ഷാരകർമ്മ ഒരു ബെറ്റർ ഓപ്ഷൻ ആണ്. നമ്മുടെ മോഡേൺ മെഡിസിൻ ഒക്കെ ഇത്രയും ഡെവലപ്പ് ആയ സമയത്തും നമ്മൾ ഈ കംപ്ലീറ്റ് സൊല്യൂഷനോട് പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ ലേസർ ട്രീറ്റ്മെന്റ്, ഓപ്പറേഷൻ, ക്ഷാരകർമ്മ, അപ്പൊ ഇതൊന്നും നമ്മുടെ പൈൽസിന് ഒരു സൊല്യൂഷൻ അല്ല എന്നാണ് മാഡം പറയുന്നത്. അപ്പൊ ഇതിനുള്ള ഒരു കറക്റ്റ് സൊല്യൂഷൻ എന്താണ് മാഡം? പൈൽസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷന് ഒരൊറ്റ സിംറ്റം അല്ല, മൾട്ടിപ്പിൾ സിംറ്റംസ് ഉണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറഞ്ഞാൽ ഈ കുരുക്കൾ പുറത്തേക്ക് തൂങ്ങിക്കിടക്കുക, ബ്ലീഡിങ്, വേദന, ചൊറിച്ചില്, പുകച്ചില്, ഇതെല്ലാം ഒരുമിച്ച് ക്യൂർ ആയാൽ മാത്രമേ ഇതൊക്കെ മാറണമെങ്കിൽ എന്താ, നമ്മുടെ ഗട്ട് ഹെൽത്ത്, നമ്മുടെ ഇൻഡൈജഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ ഇംപ്രൂവ് ആവണം. നമ്മുടെ ആമാശയത്തിനുള്ള എന്തെങ്കിലും പ്രശ്നം അതൊക്കെ മാറി ഈ വേദന, ബ്ലീഡിങ്, കുരുക്കള് ഇതെല്ലാം മാറിയാൽ മാത്രമേ പൈൽസിന് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യണം, ഒന്നൊന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല, എല്ലാം കൂടെ ഒരുമിച്ച് ട്രീറ്റ് ചെയ്താൽ മാത്രമേ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടുള്ളൂ. മാഡം, ആയുഷ് പറഞ്ഞ നമ്മുടെ കമ്പനിയിലെ മെഡിസിന് ഈ ഒരു പൈൽസ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ സാധിക്കുമോ? യെസ്. ആയുർഷുവറിന്റെ പൈൽസിന് വേണ്ടിയുള്ള മെഡിസിൻ ആണ് റിലീവ. ഈ റിലീവ എന്ന് പറയുന്ന മെഡിസിൻ ഒരു സ്പെഷ്യൽ ആയുർവേദിക് ഫോർമുലേഷൻ ആണ്. അതായത് ഈ പൈൽസിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള എല്ലാ കംപ്ലയിൻസ്, അതായത് കുരുക്കൾ ചുരുങ്ങുക, ബ്ലീഡിംഗ് മാറാൻ, വേദന മാറാൻ, ചൊറിച്ചില്, പുകച്ചില്, അത് മാത്രമല്ല അത് മാത്രമല്ല റൂട്ട് കോസ് ആയ ഗട്ട് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുക. അതായത് ഇൻഡൈജഷൻ മാറ്റി നമുക്കൊരു കംപ്ലീറ്റ് ക്യൂർ തരുന്ന ഒരു ആയുർവേദിക് ഫോർമുലേഷൻ ആണ് ആയുർഷുവറിന്റെ റിലീവ എന്ന് പറയുന്നത്. ഒരു മരുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒരു പൂർണ്ണമായ ഒരു സൊല്യൂഷൻ ആണ്. അതെ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ
സൊല്യൂഷൻ കിട്ടും. മാഡം ഇപ്പോൾ പറഞ്ഞ റിലീവ എന്ന നമ്മുടെ ഈ ഒരു മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന പൈൽസ് അകത്തേക്ക് പോകും എന്നാണോ പറയുന്നത്? തീർച്ചയായും ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പൈൽസ് ഷ്രിങ്ക് ചെയ്ത് അകത്തേക്ക് പോകുന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് പറയാൻ വേണ്ടി ഒരു രസകരമായ ഒരു കഥയുണ്ട് അതിന് പുറകെ. മാഡം അതൊന്ന് പറയാമോ? യെസ്, ഇത് ഇന്നലെയോ ഒന്ന് കണ്ടുപിടിച്ച ഒരു മെഡിസിൻ അല്ല റിലീവ. 300 വർഷമായിട്ടുള്ള പാരമ്പര്യമുള്ള മെഡിസിൻ. 300 വർഷം? അതെ, ഞങ്ങളുടെ എന്താ പറയാ ഇൻവെന്റർ വിനോദ് സാറിന്റെ അച്ഛനപ്പൂപ്പന്മാരായിട്ട് കണ്ടുപിടിച്ച ഒരു ഫോർമുലേഷൻ ആണ് ഇത്. ഇത് കോഴിക്കോട് ഭാഗത്ത് പൈതലിന്റെ മരുന്ന് എന്നാണ് അറിയപ്പെടുന്നത്. അന്ന് ഇത് അവിടെ ഒരുപാട് ആൾക്കാർക്ക് 6 ലക്ഷത്തിൽ പല ആൾക്കാർക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് നല്ല റിലീഫ് ഉണ്ട്. അപ്പൊ ഇത് വിനോദ് സാറിന്റെ അടുത്ത് വിനോദ് സാർ ഇത് വളരെ തുച്ഛമായ ആൾക്കാർക്കല്ല, ഇത് ലോകം മുഴുവൻ അറിയണം ഇതിന്റെ ഗുണം. കാരണം പൈൽസ് എന്ന് പറയുന്ന ഒരു അസുഖം എല്ലാവർക്കും ഒരു ഷെയിം അസോസിയേറ്റഡ്. അതെ, പലരും മറച്ചു വെക്കുകയാണ്. ആർക്കും ഇതൊരു കണ്ടീഷൻ, ഇത് നോർമൽ ആണ്, പലർക്കും ഉണ്ടാകാം എന്ന് മനസ്സിലാക്കാൻ അവരത് ഒരു നാണക്കേടായിട്ട് വെച്ച് മറച്ചു വെക്കുന്നത്. ഇതിന്റെ ഒരു ഗുണം, ഈ മരുന്നിന്റെ ഒരു ഗുണം എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ലൈസൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഡ്രഗ് ഓഫീസിലേക്ക് പോവാണ്. അവിടെ ചെന്ന് വിനോദ് സാറിന് ഒരു 9 മരുന്ന് ഉണ്ടായിരുന്നു കയ്യിലെ കൊണ്ട്. അവിടെ ചെന്നപ്പം ഡ്രഗ് ഓഫീസിൽ ചെന്നപ്പോൾ ഒരു സീനിയർ ഡ്രഗ് ഓഫീസർ ഇത് കണ്ടിട്ട് എന്താണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇത് പൈൽസിനുള്ള ഒരു മെഡിസിൻ ആണെന്ന് വിനോദ് സാർ പറഞ്ഞു. അപ്പം പുള്ളി പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് ഇത് പൈൽസ് ഒന്നും ഒരിക്കലും മാറത്തില്ല, എല്ലാവരും പറയുന്നത് ഇതിനൊരു മരുന്നില്ല. അതെ, എന്റെ അച്ഛന് 78 വയസ്സുണ്ട്. പുള്ളി വർഷങ്ങളായിട്ട് പൈൽസിന് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. കുരുക്കളുടെ പ്രശ്നം, ബ്ലീഡിങ്, എവിടെ പോകുന്നു 3-4 മുണ്ടൊക്കെ എടുത്താൽ പോകേണ്ടത്. കാരണം ബ്ലീഡിങ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ ബുദ്ധിമുട്ടുകളും ഈ സീനിയർ ഡ്രഗ് ഓഫീസർ അറിയാവുന്ന മരുന്നുകളെല്ലാം തന്നെ ട്രൈ ചെയ്ത് നോക്കി, ഒന്നും ഒരു ഇതില്ല. അതുകൊണ്ട് ഇതിനൊരു മരുന്നില്ല ദേഷ്യപ്പെട്ട് വിനോദ് സാറിന്റെ അടുത്ത് ഇതൊന്നും നിങ്ങൾ ആളെ പറ്റിക്കാൻ ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ പറഞ്ഞ്. പക്ഷെ എന്നിട്ട് എന്തോ പുള്ളി പറഞ്ഞു ആ കയ്യിലിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ വിനോദ് വൈദ്യർ പറഞ്ഞു അത് 9 മരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് വെച്ചിട്ട് പൊക്കോ, ഞാൻ വിളിക്കത്തൊന്നുമില്ല, എന്തായാലും നിങ്ങളുടെ നമ്പർ അവിടെ എഴുതി കൊടുത്തിട്ട് പൊക്കോളാം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ വിനോദ് സാറിന് ഇനിയിപ്പം ഒന്നും കാര്യം നടക്കത്തില്ല, ഒന്നും നോക്കണ്ട. ഒരു ഇതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വീട്ടിലൊന്നും ഫോണില്ല. അപ്പൊ അടുത്ത വീട്ടിലെ ഫോൺ നമ്പർ കൊടുത്തിട്ടാണ് പോയത്. അപ്പൊ പുള്ളി പോയി എല്ലാ ഹോപ്പും കളഞ്ഞു പോയി. പക്ഷെ എന്തോ ഈ ഓഫീസർ ഈ മരുന്ന് പുള്ളിയുടെ അച്ഛന് കൊടുത്തു. 7 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് നല്ല സിഗ്നിഫിക്കന്റ് ആയിട്ട് റിസൾട്ട് വന്നു, നല്ല മാറ്റം വന്നു. അപ്പൊ 9 ദിവസം ആയപ്പോഴത്തേക്കും അടുത്ത വീട്ടിലൊരു കോള് വരിക വിനോദ് സാറിനെ തിരക്കിയിട്ട്. അപ്പം ഈ ഡ്രഗ് ഓഫീസർ ചോദിക്കുക, 9 ദിവസത്തെ മരുന്ന് തന്നിട്ട് പോയില്ല, ഇനി ബാക്കിയുള്ള മരുന്ന് എവിടെ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ വിനോദ് സാർ ആണെങ്കിൽ സാറല്ലേ പറഞ്ഞ വേണ്ട അതുകൊണ്ട്. പക്ഷെ അന്നേരം പുള്ളി ഡ്രഗ് ഓഫീസർ പറഞ്ഞു എന്റെ അഡ്രസ് ഇത് എടുത്തോളൂ, എനിക്ക് ബാക്കി മരുന്ന് കൊണ്ടുതരാം. വിനോദ് സാർ അവിടെ ചെന്നപ്പോഴത്തേക്കും പുള്ളിയുടെ അച്ഛൻ കൂപ്പയോട് വന്ന് പറഞ്ഞു എന്റെ അസുഖം ഒരുപാട് മാറി, നല്ല രീതിയിൽ മാറി, പൂർണ്ണമായി മാറിയെന്നല്ല, പക്ഷെ ഒരുപാട് സിംറ്റംസിൽ റിലീഫ് വന്നു. അപ്പൊ അടുത്ത സെറ്റ് മരുന്നും പുള്ളി എടുത്തു. എന്നിട്ട് പുള്ളിയുടെ അച്ഛന്റെ കംപ്ലീറ്റ് 4th സ്റ്റേജിൽ നിന്ന പൈൽസ് കംപ്ലീറ്റ് ആയിട്ട് ഷ്രിങ്ക് ചെയ്ത് അകത്ത് പോയി പുള്ളി കംപ്ലീറ്റ് ക്യൂർ ആണ് കിട്ടിയത്. അപ്പൊ പിന്നെ നമ്മുടെ ലൈസൻസിന്റെ നമ്മളിട്ട എഫേർട്ട് പോലെ തന്നെ ആ ഡ്രഗ് ഓഫീസർ കിട്ടും. കാരണം പുള്ളിക്കും വിശ്വാസമായി. അപ്പൊ ഇത് പുറത്തേക്ക് വരണം, ഇത് കൂടുതൽ ജനങ്ങളിൽ എത്തണം എന്നുള്ളത് അത് ലൈസൻസ് ആക്കാൻ വേണ്ടിട്ട് പുള്ളിയും അതുപോലെ നമ്മളെ പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമുക്ക് ലൈസൻസ് എല്ലാം ശരിയാക്കി തന്നത്. മേഡം പറഞ്ഞത് ഒരു സ്റ്റോറിയാണ്, ഇതുപോലെ അനേകായിരം ഒരുപാട് സ്റ്റോറികളുണ്ട്. ഒരുപാട് ഇത് ലൈസൻസിംഗിന്റെ ഇനീഷ്യൽ ഫേസിലുള്ളതാണ്. ഞങ്ങൾക്ക് എപ്പോഴും പെട്ടെന്ന് പറയുമ്പോൾ ഓർമ്മ ഒരു മോട്ടിവേഷനായിട്ടുള്ള സ്റ്റോറി ഇതാണ്. മാഡം, റിലീവ എന്ന നമ്മുടെ ഈ ഒരു മെഡിസിൻ ആയുർവേദമാണ് അല്ലെ? അപ്പൊ ഈ ആയുർവേദ മെഡിസിൻ കഴിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഫുഡിന് ഒരുപാട് റെസ്ട്രിക്ഷൻ, മീൻസ് പഥ്യം ഉണ്ടാവും. അത് എങ്ങനെയാ മേഡം, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ആയുർവേദ മെഡിസിന് പൊതുവെ പഥ്യങ്ങളുണ്ട്. ഈവൻ ഇപ്പൊ പൈൽസ് എന്നൊരു കണ്ടീഷന് വേണ്ടി നിങ്ങൾ അലോപ്പതി പോവുകയാണെങ്കിൽ പോലും അവിടെയും ഡയറ്ററി റെസ്ട്രിക്ഷൻസ് ഒരുപാട്. അലോപ്പതിയിലും പഥ്യം നല്ല ഡയറ്ററി റെസ്ട്രിക്ഷൻസ് ആണ്. കാരണം പൈൽസ് ചില ഞാൻ പറഞ്ഞല്ലോ ഇൻഡൈജഷൻ കാരണം ഉണ്ടാവുന്ന അസുഖമാണ്. അപ്പൊ ആ കണ്ടീഷനിലോട്ട് ഇനി പോവാതിരിക്കാൻ വേണ്ടി അവർക്ക് ഒരുപാട് ഡയറ്റ് റെസ്ട്രിക്ഷൻസ് പറയാം. പക്ഷേ റിലീവയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, പക്ഷേ ഡെയിലി ബിരിയാണി അല്ലെങ്കിൽ ഡെയിലി അങ്ങനെ കഴിക്കില്ല. ഞാനൊരു അൺഹെൽതി ഫുഡ് ഹാബിറ്റ് പ്രൊമോട്ട് ചെയ്യല്ല, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ തരം ഭക്ഷണവും കഴിച്ച് ഇടയ്ക്ക് വല്ലപ്പോഴും പുറത്തു പോയി ഇഷ്ടഭക്ഷണവും കഴിച്ച് ഒരു ടെൻഷൻ കൂടാണ്ട് ഇഷ്ടഭക്ഷണം കഴിച്ച് നമുക്ക് ഈ മരുന്ന് കഴിച്ചുകൊണ്ട് റിലീവ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ. നമ്മളൊരു മെയിൻ ആയിട്ട് ഒരു പഥ്യം പറയുന്നില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കഴിക്കുന്ന മരുന്ന് ഭക്ഷണമെല്ലാം ഹെൽത്തി ആയിരിക്കും. അതായത് ഇതൊരു റെസ്ട്രിക്ഷൻ അല്ല, ഒരു സജഷൻ ആണ്. നിങ്ങളെ ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് കീപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്പാൻ അത് ലോങ്ങർ ആക്കും, നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊരു റെസ്ട്രിക്ഷൻ അല്ല, ഇതൊരു സജഷൻ മാത്രമാണ്. നമ്മുടെ ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്നവരിൽ ഭൂരിഭാഗം മീൻസ് ഈ ഒരു പൈൽസ് എന്ന രോഗമായിട്ട് സങ്കടപ്പെടുന്നവർ ഒരുപാട് തരത്തിലുള്ള മെഡിസിൻ ഒക്കെ കഴിച്ച് അവരൊരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഇരിക്കുന്നവരായിരിക്കും. എന്ന് വെച്ചാൽ ഇനി ഒരു മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല, എന്റെ ലൈഫ് ലോങ് ഈ ഒരു പെയിൻ എന്നിൽ ഉണ്ടാവും, അങ്ങനെ പറഞ്ഞ് ബുദ്ധിമുട്ടിയിരിക്കുന്നവരോട് മേഡത്തിന് എന്താ പറയാനുള്ളത്?
ആക്ച്വലി എനിക്ക് പറയാനുള്ള അവരാണ് ഈ റിലീവ് ആദ്യം ട്രൈ ട്രൈ ചെയ്യേണ്ടത്. ചെയ്യേണ്ടത്. ഓക്കെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പല മെഡിസിൻസ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു മെഡിസിൻ കഴിക്കുമ്പോൾ എപ്പോഴാണ് നിങ്ങൾക്ക് സിംറ്റംസിന് റിലീഫ് കിട്ടിയത്, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഇംപ്രൂവ് ആവുന്നത് അല്ലെങ്കിൽ ഇംപ്രൂവ് ആവാത്തത്, അത് ഏതാണ് ടൈം ഗ്യാപ്പ് എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മുടെ മെഡിസിൻ എത്രത്തോളം ഫാസ്റ്റ് ആക്ടിംഗ് ആണെന്നുള്ള അവർക്ക് കമ്പയർ ചെയ്യാൻ ഈസിയാണ്. ഇത് ഞങ്ങളുടെ മെഡിസിൻ കഴിക്കുമ്പോൾ ഞങ്ങൾ പറയുന്ന പോലെ 3 മുതൽ 14 ദിവസങ്ങളുടെ വേദന, ബ്ലീഡിങ് ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പം പുതിയതായിട്ട് കഴിക്കുന്ന ഒരാൾക്ക് റെഗുലർ ആയിട്ട് ഇത് 3 മുതൽ 7 ദിവസം 14 ദിവസത്തിൽ എല്ലാ റിലീഫ് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നേരത്തെ പല മെഡിസിൻസും കഴിച്ച് അതിലൊന്നും റിലീഫ് കിട്ടാതെ കഷ്ടപ്പെടുന്നവർക്ക് മനസ്സിലാവും, ഇത് കഴിച്ചിട്ട് എനിക്ക് ഇത്രയും നാൾ എനിക്ക് എടുത്തു, ഇത് കഴിച്ചപ്പോൾ ഇത്രയും പെട്ടെന്ന് വന്നു. അപ്പൊ കമ്പാരിസൺ ഈസി കുറച്ചും കൂടെ അങ്ങനെയുള്ള വ്യക്തികളാണ് മനസ്സിലാവും. അപ്പൊ എനിക്ക് എന്റെ ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവരാണ് റിലീവ് ഒന്ന് ട്രൈ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അത് മറ്റു മെഡിസിനിൽ നിന്ന് റിലീവ് എന്തുകൊണ്ടാണ് ഫാസ്റ്റ് ആക്ടിങ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കംപ്ലീറ്റ് ക്യൂർ തരുന്നത് ഞങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, എങ്കിലും ഇത് ആയുർവേദമല്ലേ മാഡം? സോ ഇതൊരു പെട്ടെന്നുള്ളൊരു റിലീഫ് ഉണ്ടാവില്ലല്ലോ, പതുക്കെ. എന്ന് വെച്ചാൽ ഒരുപാട് നാള് നമ്മൾ ഈ ഒരു മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമല്ല ഇതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ആയുർവേദത്തില് ടൈം എടുത്ത് റിസൾട്ട് തരുന്ന ഒരുപാട് മെഡിസിൻ ഉണ്ട്. പക്ഷെ അത് അത്രയും ഗുണമുള്ള മെഡിസിൻ ആണ്. പക്ഷേ എന്നാൽ പോലും അവിടെ ഒരു 5% മെഡിസിൻസ് ഉണ്ട് ഫാസ്റ്റ് ആക്ടിംഗ് ആയിട്ടുള്ള. നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയണ, പണ്ട് യുദ്ധങ്ങളൊക്കെ, മഹാഭാരത യുദ്ധങ്ങൾ, ഒരുപാട് യുദ്ധങ്ങളുണ്ട്. അന്നേരം അവിടെയുള്ള സൈനികന്മാരോ അവർക്കൊക്കെ ഒരു മുറിവ് പറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ആയുർവേദ മരുന്നുകൾ ഒറ്റമൂലികളായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. അല്ലാണ്ട് നമുക്ക് അന്ന് വേറെ മെഡിസിൻസ് ഒന്നുമില്ല. ഒറ്റമൂലികൾ കൊടുത്തിട്ടാണ് അവര് തിരിച്ച് യുദ്ധത്തിലേക്ക് അവര് പ്രിപ്പയർ ആവുന്നത്. അപ്പൊ അവിടെ ഫാസ്റ്റ് ആക്ടിംഗ് മെഡിസിൻ നമുക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഡ്രഗ്സ് ഉണ്ട്. ഇപ്പം വേറൊരു എക്സാമ്പിൾ പറയണം, ഇന്നത്തെ കാലത്ത് പോലും വിഷവൈദ്യന്മാര് അവര് കൊടുക്കുന്ന എന്താ പെട്ടെന്ന് മാറുന്നത് ഈസി റിലീഫ്. അത് ഒരു വിഷം എന്ന് പറഞ്ഞ പാമ്പുകടി ഏറ്റു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് മരണകാരണം വരെ ആവാം. അന്നേരം നമ്മൾ ഒരു ഒറ്റമൂലി കൊടുത്ത് അവര് റിവൈവ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടും. അവിടെ ആയുർവേദ മരുന്നാണ് പോകുന്നത്. അപ്പൊ ഫാസ്റ്റ് ആക്ടിംഗ് ആയിട്ടുള്ള മെഡിസിൻസ് ആയുർവേദത്തിൽ ഉണ്ട്, പറ്റത്തില്ല. അപ്പൊ റിലീവ ആ ഒരു കാറ്റഗറി വരുന്നതാണ്. ഇത് ഫാസ്റ്റ് ആക്ടിംഗ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരുപാട് ആയുർവേദ മെഡിസിൻസ് ഉണ്ട് ഫാസ്റ്റ് ആക്ടിംഗ്. അപ്പൊ അതിൽ കൂട്ടത്തിലുള്ളതാണ് റിലീവ്. മേഡം, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരു മോട്ടീവ് സ്റ്റോറി പറഞ്ഞു, അതുപോലെ തന്നെ നമുക്ക് വേറെയും ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. ഒരുപാട് നാളുകൾ ഈ പൈൽസ് കൊണ്ട് ശരിക്കും കഷ്ടപ്പെട്ട്, എന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള റിലീഫും ഇല്ലാണ്ട് കഷ്ടപ്പെട്ട ഒരാള് നമ്മുടെ ഈ മെഡിസിൻ കഴിച്ചിട്ട് നല്ല രീതിയിൽ അവർക്ക് ഭേദമായ എന്തെങ്കിലും ഒരു സ്റ്റോറി കൂടി പറയാനുണ്ടാവും മേഡം? ഓക്കെ, പേര് ഫോർ ഒബ്വിയസ് റീസൺസ് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഒരു നമ്മുടെ തന്നെ ഒരു ഫേമസ് ഒരു ഫിലിം സ്റ്റാർ, പുള്ളിക്ക് സിനിമ നടൻ, മലയാളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സിനിമ നടൻ. പുള്ളിക്ക് ഇതുപോലെ പൈൽസിന്റെ 4th സ്റ്റേജിലായിരുന്നു. പുള്ളിക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എവിടുന്നോ വിനോദ് സാറിന്റെ നമ്പർ കിട്ടി, വിനോദ് സാറിനെ കണക്ട് ചെയ്ത് മരുന്ന് കഴിച്ച് പുള്ളിക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്തു. ആ ഫിലിം സ്റ്റാർ ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതെ, അത് പറ്റത്തില്ല. പിന്നെ ആ പുള്ളി തന്നെ നമ്മുടെ മലയാളത്തിൽ തന്നെയുള്ള വേറൊരു ഫേമസ് ആയിട്ടുള്ള ഡയറക്ടർ, ഇത്തിരി ചൂടനായിട്ടുള്ള ഒരു ഡയറക്ടർ, പുള്ളിക്ക് ഇതേ ഇഷ്യൂ ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഇത് സജസ്റ്റ് ചെയ്തു. അപ്പൊ പുള്ളി നമ്മുടെ വിനോദ് സാറിനെ വിളിച്ചു, മരുന്നിന് വേണ്ടി പറഞ്ഞു. ഈ വിനോദ് സാർ അവിടെ ഒരു രസകരമായ സംഭവമായിരുന്നു. അവിടെ വിനോദ് സാർ ഈ മരുന്നും കൊണ്ട് ചെല്ലുക. അതൊരു ഫിലിം സെറ്റപ്പിലായിരുന്നു, ഷൂട്ടിങ്ങിന്റെ സെറ്റിലായിരുന്നു. അവിടെ ചെന്നപ്പോൾ പുള്ളി എന്തോ തിരക്ക് പിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇത് ചെന്നപ്പം ഡയറക്ടർ വിനോദ് സാറിനോട് ദേഷ്യപ്പെട്ടു, എന്തിനാ വന്നേന്ന്. വിനോദ് സാറും പറഞ്ഞു, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വന്നൊന്നുമല്ല, ഞാൻ ഇങ്ങനെ കണ്ടീഷൻ അറിഞ്ഞുകൊണ്ട് മരുന്ന് തരാൻ വന്നതാണ്. ഈ ഡയറക്ടർ ആണെങ്കിൽ പോലും പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞു ആശ്വാസമായപ്പോ പുള്ളി ചെന്ന് സാറിന്റെ അടുത്ത് മാപ്പൊക്കെ പറഞ്ഞ് മരുന്നൊക്കെ മേടിച്ചു. ഇപ്പം സാറിന്റെ ഡയറക്ടറിന്റെ കംപ്ലീറ്റ് ആയിട്ട് അസുഖം മാറുകയും ചെയ്തു. ഇപ്പം എന്ത് ആയുർവേദ മരുന്ന് കഴിക്കണം എന്നുണ്ടെങ്കിലും നമ്മുടെ വിനോദ് സാറിനെ കോൺടാക്ട് ചെയ്തിട്ട്. ഇനി ഇതൊന്നും ഞാൻ പറയാൻ നിങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ട്രൈ ചെയ്തോളൂ. നമ്മുടെ വെറുതെ അല്ല നമ്മൾ മരുന്ന് തരുന്നത്. നിങ്ങൾ ഞങ്ങളുടെ ഐർഷ്യൂർ ടീമിലെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് അവർ നിങ്ങളുടെ സിംറ്റംസും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു കോഴ്സ് തരുകയാണ്. ആ മരുന്ന് നിങ്ങൾ കഴിച്ചിട്ട് 27 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു കാഴ്ചക്ക് നല്ല പ്രത്യക്ഷത്തിൽ നല്ല രീതിയിലൊരു വ്യത്യാസം വന്നില്ല, പൂർണ്ണമായി മാറുന്നെന്ന് പറയുന്നില്ല, 27 ദിവസത്തിൽ നിങ്ങൾക്ക് നല്ലൊരു സിഗ്നിഫിക്കന്റ് ആയിട്ട് ഒരു ഇംപ്രൂവ്മെന്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കി മരുന്ന് ഞങ്ങൾ കഴിച്ചു, ഞങ്ങൾ 100% റീഫണ്ട് ആ തരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മരുന്നിന് മെഡിസിൻ വാങ്ങിയ ആ ഒരു കോസ്റ്റ് നമ്മൾ റീഫണ്ട് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് റീഫണ്ട് ചെയ്യും. അതായത് ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ് ഞങ്ങളുടെ മെഡിസിൻ, അത് 100% ക്യൂർ. നമുക്ക് ആ മരുന്നിനോട് അത്രയ്ക്കും വിശ്വാസമുള്ളതുകൊണ്ടാണ് നമ്മൾ ആ ഒരു റീഫണ്ട് സ്കീം പോലും പറയുന്നത്. അതെ, നിങ്ങൾക്കത് ഇംപ്രൂവ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ 27 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ആ ബാക്കി മെഡിസിൻ അയച്ചോളൂ, ഞങ്ങൾ പൂർണ്ണമായിട്ട് ആ മെഡിസിന്റെ പൈസ തിരിച്ചു തരും. കാരണം ഞങ്ങൾക്ക് അത്ര വിശ്വാസമുണ്ട് ഞങ്ങളുടെ മെഡിസിൻ, അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ തരും. ഞങ്ങൾ 100% ഞങ്ങൾ പ്രീച്ച് ചെയ്യുന്നത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മാഡം, എന്റെ വൈഫിന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 8 months ആവുന്നുള്ളൂ. സോ ആ ഒരു സമയത്ത് ഞാൻ ഈ ഡെലിവറി സംബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സ്റ്റഡി ചെയ്തായിരുന്നു. അപ്പോൾ
പ്രഗ്നൻസി കഴിയുന്ന ലേഡീസിന് ഈ പൈൽസ് വരാനുള്ള സാധ്യത ഒരു 40% ഉണ്ട് എന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന മീൻസ് ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു ലേഡിക്ക് നമ്മുടെ ഈ ഒരു റിലീവ എത്രത്തോളം ഗുണകരമാണ് മാഡം? ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ലേഡീസിനും ഇത് ഒരു വൺ ഓഫ് ദ കോമൺ സിംറ്റം ആണ്. കാരണം അവർക്ക് ഉണ്ടാവുന്ന ബോഡി ചേഞ്ചസും അബ്ഡോമിനൽ പ്രഷർ, കോൺസ്റ്റിപ്പേഷൻ, ഇതെല്ലാം കാരണം പൈൽസ് വരിക എന്നുള്ളത് വളരെ സ്വാഭാവികമായി പ്രഗ്നൻസി പീരീഡിൽ പൈൽസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പക്ഷേ ഡെലിവറി കഴിഞ്ഞ പാടെ നമ്മൾ കൊടുക്കില്ല. ഒരു 30 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ റിലീവ മെഡിസിൻ കൊടുക്കുന്നത്. 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ടീഷൻ ബേസ് ചെയ്ത് തരുന്ന നമ്മുടെ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ഷോർട്ട് ആയിട്ട് അത് മാറും എന്നുള്ളതാണ്. നമ്മുടെ അടുത്ത് തന്നെ ഒരു ലേഡി ഡെലിവറി കഴിഞ്ഞ് ലൈക് 4th സ്റ്റേജിൽ വന്നതാണ്. പുള്ളിക്കാരിക്ക് ഇരിക്കാനും വയ്യ, ഓൾറെഡി സ്റ്റിച്ചസിന്റെ പെയിന്, ഫീഡിങ്ങിന്റെ ബുദ്ധിമുട്ട്, ഉറക്കമില്ലായ്മ, ഇതെല്ലാം അതിന്റെ കൂട്ടത്തിൽ ഈ പൈൽസിന്റെ ബുദ്ധിമുട്ടും എല്ലാം കൂടെ ആയിട്ട് 7ാം ദിവസം നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നു. പക്ഷെ നമ്മളൊരു 7 ദിവസത്തിലൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മള് 21 ദിവസം മതി എന്നാ പറയുന്നത്. പക്ഷെ നമ്മളൊരു പ്രിക്കോഷണറി ആയിട്ട് 30 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കും. ആ ലേഡി 30 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ മെഡിസിൻ വാങ്ങിച്ച് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് പുള്ളിക്കാരുടെ മാറി. പുള്ളിക്കാരിക്ക് എന്തൊരു സന്തോഷം. കാരണം കുഞ്ഞിനോട് കണക്ഷൻ പോലും പറ്റുന്നില്ലായിരുന്നു. കാരണം ഈ ഒരു വേദന, ഇത് ഓൾറെഡി പുതിയതായിട്ട് ഒരു അമ്മയായിരുന്നില്ല. കാരണം ഈ ഒരു വേദന അത്രയ്ക്ക് അസഹ്യമായിട്ടുള്ള വേദനയാണ് ഇത്. നമ്മുടെ റിലീവ എന്ന ഈ ഒരു മെഡിസിന്റെ കോസ്റ്റ് ഒന്ന് പറയാമോ? എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ ആ ഒരു സർജറിയുടെ ആ ഒരു കോസ്റ്റ് ലെവൽ വരുന്നില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കോസ്റ്റും ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ മാഡം? ഇപ്പം ഞാനൊരു കമ്പാരിസൺ ആയിട്ട് തുടങ്ങാം. ലൈക്ക് ഒരു 4th സ്റ്റേജിലും 3rd സ്റ്റേജിലൊക്കെ ഞാൻ പറഞ്ഞില്ല, സർജറിയാണ് ഒരു ഓപ്ഷൻ. ഈ സർജറിക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു 70,000 മുതൽ 1.5-2 ലക്ഷം രൂപ വരെ ചെലവ് വരുന്നുണ്ട്. ലേസറിന് പോവുകയാണെങ്കിൽ പോലും 30,000 മുതൽ 80,000 അല്ലെങ്കിൽ 90,000 രൂപ വരെ നിങ്ങൾക്ക് അതിന് ചെലവ് വരും. പക്ഷെ റിലീവ എന്ന് പറയുന്ന നമ്മുടെ മെഡിസിന് ഇതിന്റെയൊക്കെ ഒരു 10% പോലും വരുന്നില്ല. അതായത് ഒരു സ്റ്റേജ് 1-ലോ 2-ലോ 3-ലോ 4-ലോ ഏത് സ്റ്റേജിലാണ് ഡിപ്പെൻഡ് ചെയ്തെന്ന് വെച്ച് അതിനനുസരിച്ച് നമ്മൾ മരുന്നെന്ന് പറയുന്നത് ഒരു 3,000 മുതൽ 9,000 രൂപയ്ക്ക് അകത്തേ വരുന്നുള്ളൂ. ആ ഒരു എമൗണ്ടേ വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ സർജറി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ വലിയൊരു വ്യത്യാസം, വളരെ തുച്ഛമായിട്ടൊരു എമൗണ്ടും കൊണ്ട്, അതും ഞങ്ങൾ കംപ്ലീറ്റ് ക്യൂർ കംപ്ലീറ്റ് ക്യൂർ ആണ് നിങ്ങൾക്ക് ഒരു 3,000 മുതൽ 9,000 രൂപയ്ക്കുള്ളിൽ കിട്ടുന്നത്. മാഡം, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് നമ്മുടെ റിലീവ എന്ന ഈ ഒരു മെഡിസിൻ അത്യാവശ്യം തന്നെയാണ്. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മെഡിസിനിലേക്ക് എത്താൻ പറ്റുന്നത്? മീൻസ് എങ്ങനെയാണ് നമ്മളിത് ആളുകളിലേക്ക് കൊടുക്കുന്നത്? ഇത് മെഡിസിൻ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവിടെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്നെ പോലുള്ള ഒരുപാട് കൺസൾട്ടിംഗ് ഫിസിഷ്യൻസ് ഉണ്ട്, ആയുർവേദ ഡോക്ടേഴ്സ്. അവർ നിങ്ങളുടെ സ്റ്റേജ് ഏതാണ്, നിങ്ങളുടെ കണ്ടീഷൻ എന്താണ്, നിങ്ങളുടെ സിംറ്റംസ് എന്താണ്, അതിനെയൊക്കെ നോക്കി നിങ്ങളുടെ പ്രീവിയസ് മെഡിക്കൽ ഹിസ്റ്ററീസും നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രഗ് അലർജി ഉണ്ടോ എന്നെല്ലാം വിലയിരുത്തി ഒരു പ്രോപ്പർ കോഴ്സ്, അതായത് എത്ര ദിവസത്തെ കോഴ്സാണ്, 36 ദിവസമാണോ 54 ദിവസമാണോ, അവർ അനലൈസ് ചെയ്ത് നിങ്ങളുടെ കണ്ടീഷന്റെ സിവിയറിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡോസസ് പറയുന്നത്. അത് എത്ര ദിവസം നിങ്ങൾ കഴിക്കണം എന്നുള്ളത് ഡോക്ടർ ഭയങ്കര ലൈക്ക് നമ്മുടെ ഒരു ഫേസ് ടു ഫേസ് കൺസൾട്ടേഷൻ അല്ല, ഒരു വെർച്വൽ ക്ലിനിക് ആണ് ഗട്ട് ഹെൽത്ത്. കാരണം ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഷെയിം അസോസിയേറ്റഡ് ആണ് ഉള്ള ഒരു കണ്ടീഷനാണ്. അതുകൊണ്ട് നിങ്ങളുടെ പേരും വിവരങ്ങളിലൊക്കെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു വെർച്വലി നിങ്ങളെ കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ കണ്ടീഷൻ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഒരു ഡോസസ്, എത്ര ഡോസ് വേണം എന്നുള്ളത് പറഞ്ഞു തന്ന് അത് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഹോം ഡെലിവറി ചെയ്തു തരുന്നതാണ്. വളരെ ഈസി ആയിട്ട് വീടുകളിൽ എത്തും. സ്ക്രീനിൽ കാണുന്ന നമ്പേഴ്സിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ആയിരക്കണക്കിന് ആളുകൾ പുറത്ത് പറയാൻ മടിക്കുന്ന ഒരു രോഗം പൈൽസിന് ഒരു പൂർണ്ണമായ ഒരു സൊല്യൂഷൻ ആണ് നമ്മുടെ ഈ ഒരു മെഡിസിൻ. മാഡം, നമ്മുടെ മെഡിസിന്റെ പേര് ഒന്നുകൂടി പറഞ്ഞേ. ആയുർഷാർ വെൽനസിന്റെ റിലീവ എന്നാണ് മെഡിസിന്റെ നെയിം. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഇനി പൈൽസ് എന്ന രോഗത്തിൽ ആരും തന്നെ ബുദ്ധിമുട്ടരുത്. അതാണ് മാഡം നമ്മുടെ ഒരു വിഷൻ, അല്ലേ? അതെ.